ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതിയ മാനങ്ങൾ നൽകുന്നതാണ്. എന്തൊക്കെയാണ് ആ പ്രഖ്യാപനങ്ങൾ എന്ന് വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. നിത്യോപയോഗ സാധനങ്ങളുടെ നികുതി ഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് GSTയിൽ വൻ പരിഷ്കാരം ദീപാവലിയോടുകൂടി നടപ്പാക്കുമെന്നുള്ള നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനെയും നേരിട്ട് ബാധിക്കുന്നതാണ്. രാജ്യം വലിയ രീതിയിൽ വളരുമ്പോഴും സാധാരണക്കാരിലേക്ക് അതെത്തുന്നില്ല. കാരണം ഇവിടുത്തെ വിലക്കയറ്റമാണ്. സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നേരിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം എന്ന് നമുക്ക് അനുമാനിക്കാം. അതിൻ്റെ ആ ഒരു സമയം, അതായത് സെപ്റ്റംബർ 9 ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ അധ്യക്ഷതയിൽ GST കൗൺസിൽ കൂടുന്നുണ്ട്. ആ യോഗത്തിന് മുമ്പായിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഇന്ത്യയിലെ സാധാരണക്കാർ, സൂക്ഷ്മ ഇടത്തരം വ്യാപാരികൾ, ഇവർക്കെല്ലാം വലിയ അനുഗ്രഹമായിരിക്കും ഈ പ്രഖ്യാപനം എന്ന് നമുക്ക് കാണാം. നിലവിൽ ഇന്ത്യയിൽ 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ് ഈ GST സ്ലാബുകൾ. ഇതിൽ 12% GST സ്ലാബ് ഒഴിവാക്കാനായിട്ട് പ്രധാനമന്ത്രി നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് പരിഷ്കാരങ്ങൾ വരാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വിമാനയാത്രാ നിരക്ക് വർദ്ധിക്കുന്നത് പണ്ട് സമ്പന്നരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി പല ദേശങ്ങളിൽ പോകുന്നത് സാധാരണക്കാർ തന്നെയാണ്. വിദേശയാത്രകൾ നടത്തേണ്ടി വരുന്നു. ഇപ്പം വിദേശയാത്ര മാത്രമല്ല, ഡൊമസ്റ്റിക് ആയാലും നമ്മൾ ഒരുപാട് ദൂരം ഡൽഹി വരെ പോകണമെങ്കിൽ കേരളത്തിൽ നിന്ന് 3 ദിവസമാണ് ട്രെയിനിൽ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. സമയത്തിനിപ്പോൾ വിലയുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഡൊമസ്റ്റിക് ട്രാവലിന് ഏറ്റവും വളരെ പ്രാപ്യമാകേണ്ടതാണ് വിമാന സർവീസ്. അതിൻ്റെയൊക്കെ നിരക്ക് കുറയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ്. വിമാനയാത്ര, ഹോട്ടൽ ബുക്കിംഗ്, ഇതിനൊക്കെ ഉള്ളത് 12% സ്ലാബിൽ നിന്ന് 5% മാറിയാൽ തന്നെ അതിനകത്ത് വലിയ നേട്ടമായിരിക്കും ഉണ്ടാകാൻ പോവുക. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതിക്കായിട്ട് പണം ചെലവാക്കുന്നത് ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാണ്. ഇന്ത്യയിൽ തന്നെ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കും, സോളാർ പാനലുകൾ, പിന്നെ അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള സെമി കണ്ടക്ടർ എന്നിവയെല്ലാം വിദേശ സഹായമില്ലാതെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. പിന്നെ ചിപ്പുകളെല്ലാം ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അതും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കുന്നത് കുറയ്ക്കും. ഇറക്കുമതിക്കാണ് അവയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സാധനം നേരത്തെ പറഞ്ഞതുപോലെ ക്രൂഡ് ഓയിലൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനെ നേരിടാനായി സമുദ്ര മഥൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കും. കാരണം ഇന്ത്യയിൽ നിന്ന് തന്നെ എണ്ണ വാതകങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പദ്ധതിയായിരിക്കും അത്. അതുപോലെ തന്നെ പാകിസ്ഥാനുള്ള ഒരു പരോക്ഷ വിമർശനമുണ്ടായി. സിന്ധു നദീജല കരാറിനെ സംബന്ധിച്ചാണ്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയുണ്ടായി. ഏകപക്ഷീയമായ ഒരു കരാറാണ് സിന്ധു നദീജല കരാർ. അപ്പോൾ കർഷകർക്ക് വേണ്ടിയുള്ളതാണ് സിന്ധു നദിയിലെ വെള്ളം. അത് ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കും. കർഷകരുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന ഏതൊരു നയത്തിനെതിരെയും താനൊരു മതിൽ പോലെ ഉറച്ചു നിൽക്കുമെന്നും മോദി വ്യക്തമാക്കി. പാൽ, പഴവർഗ്ഗങ്ങൾ, ചണം എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയാണ് ലോകത്ത് 1-ാം സ്ഥാനത്ത്. മത്സ്യം, അരി, ഗോതമ്പ്, പച്ചക്കറികൾ എന്നിവയുടെ ഉൽപ്പാദനത്തിലാണെങ്കിൽ ഇന്ത്യ ലോകത്ത് 2-ാം സ്ഥാനത്താണ്. 4 ലക്ഷം രൂപയുടെ കാർഷികോപകരണങ്ങളുടെ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തുന്നത്. തൻ്റെ കർഷകരെ താൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ 3.5 കോടി ജനങ്ങൾക്ക് ജോലി കൊടുക്കും എന്നുള്ള പ്രഖ്യാപനം യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. രാജ്യത്തെ വികസനം ജനങ്ങളിലേക്ക് എത്തേണ്ടത് ഈ തൊഴിലിലൂടെ തന്നെയാണ്. ഓരോ കുടുംബത്തിലൂടെയും തന്നെയാണ് പ്രത്യക്ഷമായി. ആ കുടുംബത്തിലുള്ള ഒരു യുവാവിന് ജോലി കിട്ടുമ്പോഴത്തേക്കാണ് ആ കുടുംബത്തിലേക്ക് രാജ്യത്തിൻ്റെ വളർച്ച പ്രത്യക്ഷമായി തന്നെ എത്തുന്നത്. അപ്പോൾ ഈ ഒരു യുവാവിന് ജോലി കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു യുവാവിന് മാത്രം ഗുണമുള്ള കാര്യമല്ല, യുവാവിനെ ആശ്രയിക്കുന്ന ആ ഒരു കുടുംബത്തിൻ്റെയും ഉയർച്ചയാണ് അതിലൂടെ ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ ആകാശത്തെ സുരക്ഷിതമാക്കാൻ ഇസ്രയേലിൻ്റെ അയൺ ഡോമിന് സമാനമായ മിഷൻ സുദർശന ചക്ര എന്ന പദ്ധതിയാണ് മോദി പ്രഖ്യാപിച്ചത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനം തീർക്കുന്നതാണ് ഈ പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയിലൂടെ ഇന്ത്യയുടെ ആകാശം സുരക്ഷിതമാകും. ശത്രു രാജ്യത്തിൻ്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, അവർക്ക് 10 മടങ്ങ് തിരിച്ചടി നൽകാനും സാധിക്കും. ഇന്ത്യയുടെ 79-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകുന്നവയാണ്. ഇതിനിടയിൽ മോദി RSSനെ പറ്റിയും പരാമർശിച്ചിരുന്നു. അങ്ങനെയുള്ള രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ, അതായത് പാർട്ടി പൊളിറ്റിക്സ് ഒക്കെ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ പറയാമോ പറയില്ലേ എന്നുള്ളതൊക്കെയുള്ള ഒരു തർക്ക വിഷയമായി ഇപ്പോഴും നിലനിൽക്കുന്നു. എങ്കിലും മറ്റു പ്രഖ്യാപനങ്ങളൊക്കെ നല്ലതാണെന്ന് പറയാതെ വയ്യ.